ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ പുല്ലൂർ സ്വദേശി താണിക്കാട് റഷീദിന്റെ മകൾ 11 വയസ്സുകാരി റൈഹയുടെ ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുല്ലൂർ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. രക്താർബുദ സംബന്ധമായ രോഗാവസ്ഥയിലുള്ള റൈഹയ്ക്ക് രോഗനിർണയത്തിനും വിദഗ്ധ പരിശോധനയ്ക്കും ശേഷം ഡോക്ടർമാർ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. 40 ലക്ഷത്തോളം രൂപ വരുന്ന ചികിത്സാ ചിലവ് നിത്യകൂലിക്ക് ജോലി ചെയ്യുന്ന റഷീദിന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ്. എ മോഹൻദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ റഷീദ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ടി ഇസ്മായിൽ, അബ്ദുസലാം മാസ്റ്റർ, ഇ നുസൈബ, CP വേലായുധൻ, വസന്ത, റൈഹാനത്ത്, അബ്ദുൽ ഫസൽ, നാസർ കുറ്റൂർ, സിന്ധു ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റൈഹാൻ എന്ന കുട്ടി കലശലായ ഒരു രോഗം ബാധിച്ച സന്ദർഭത്തിൽ ആ മോളെ ഏറ്റെടുക്കാൻ നാം സന്നദ്ധമായിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സിദ്ധാവിനെ സ്തുതിക്കാം. നാം ആഗ്രഹിക്കുന്ന പോലെ ഭംഗിയായി ഇത് പൂർത്തീകരിക്കാൻ നമ്മുടെ സിദ്ധാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മുന്നൂറുകാരെല്ലെങ്കിലും പല സ്ഥലത്തും ഞാൻ പ്രതിനിധിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഏകദേശം ഒരു 20-ലും കേസുകൾ നമ്മുടെ മണ്ഡലത്തിൽ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ 3 കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനങ്ങളുടെ സഹായം തേടി. തൊട്ടടുത്ത തുവക്കാട് ഇതുപോലെ 3 കേസുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് ഇപ്പോൾ ഒന്നിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. 2 ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് പൂർത്തീകരിച്ചത്. തൊട്ടപ്പുറത്ത് കുറുങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരമ്പരാഗത കുറുക്കോട് ഇങ്ങനെയൊക്കെയായി വളവന്നൂരിൽ തന്നെ ഒരു 8ഓളം കേസ് ഇപ്പോൾ 3 നടന്നുകൊണ്ടിരിക്കുന്നു. വെട്ടത്ത് ഇതേപോലെ 4-5 കേസുമായി ബന്ധപ്പെടാൻ എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതിനൊക്കെ സന്നദ്ധരാണ്. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഒരു മാതൃകയാണ് നിങ്ങൾ. ഇവിടെ തന്നെ നമ്മൾ ഷാരോൺ, ഹസീന, അതേപോലെ സെമീന എന്നിവരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു. ഞാൻ പുഷ്പി ഇതൊക്കെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ആലോചനയോടുകളിൽ ഉണ്ടായ ആളുകളാണ്. ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ വരുന്നു, നിങ്ങളുടെ കൂടെ നിൽക്കുന്നു കുറച്ച് നേരം എന്നല്ലാതെ നിങ്ങളാണ് ഏറ്റെടുത്തത്, ഇത് ഭംഗിയായി പൂർത്തീകരിച്ചത്. അതുകൊണ്ട് റൈഹയുടെ രോഗം സുഖപ്പെടുത്താൻ വേണ്ട ചികിത്സ നൽകാൻ നമുക്ക് സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ ഈ ഇരുത്തവും ഈ നോട്ടവും തന്നെ അതിന് ഏറ്റവും മതിയായ ഉദാഹരണം. ഈ 2-3 കേസുകൾ നമ്മൾ എങ്ങനെ ഭംഗിയായി കൈകാര്യം ചെയ്തോ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇതും ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.